الحمد لله الذي أمر عباده بالدعاء ووعدهم بالإجابة والمثوبة يوم اللقاء. أحمده تعالى وهو أهل الحمد والثناء، وأشكر سبحانه ومن شكره فاز بالمزيد والرضا. وأشهد أن لا إله إلا الله وحده لا شريك له له الأسماء الحسنى. وأشهد أن نبينا محمدا عبده ورسوله الصادق الأوفى صلى الله عليه وعلى آله وأصحابه الأذكياء وسلم تسليما كثيرا إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. عباد الله، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. الله سبحانه وتعالى വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതാണ്. സഹോദരന്മാരെ, പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളതാണ്. സഹോദരന്മാരെ, ചിന്താവിഷയം, എന്തുകൊണ്ട് ആയുധം എന്ന പേര് ആ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു? സാധാരണ ഒരു ആയുധം നമുക്ക് എന്താ നൽകാറുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സംരക്ഷണം നൽകുന്നു. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം സംരക്ഷണം നൽകാനാണ് ആയുധം യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. ഇതേപോലെ മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന്, പിശാചിന്റെ ശത്രുതയിൽ നിന്ന്, തിന്മയിൽ നിന്ന് മനുഷ്യന് സംരക്ഷണം നൽകുന്ന ഒരു മഹാ ആയുധമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. രണ്ടാമതായി, ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദൗർബല്യം നികത്താനുള്ള ഒരു കരുത്ത് ആ ആയുധം നൽകും. ഇതേപോലെ ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാർത്ഥനയിലൂടെ കരുത്തും ശക്തിയും നൽകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, വിജയം. ഒരു സൈനികന്റെ അടുത്ത് ആയുധമുണ്ടാകുമ്പോൾ അവന് യുദ്ധത്തിൽ വിജയം കൊയ്യാൻ സാധിക്കും. ഇതേപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ മേഖലകളിലുള്ള ദൈവികമായ സഹായമാണ്, അള്ളാഹുവിന്റെ തൗഫീക്ക് ലഭിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. സഹോദരന്മാരെ, പ്രാർത്ഥന എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് യുദ്ധമാണ്. പക്ഷേ ഈ യുദ്ധം ബാഹ്യശക്തികളോടല്ല, മറിച്ച് നമ്മുടെ അന്തരാളത്തിലുള്ള ഒരുപാട് വികാരങ്ങളുണ്ട്. ഭയം, നിരാശ, അതേപോലെ പാപങ്ങൾ ചെയ്യാനുള്ള പ്രവണത, മനുഷ്യന്റെ ദൗർബല്യം, ദുർബലത, ഇതിനോടാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന മൂലം നാം പോരാടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയെ വിശദീകരിക്കുന്നത് ഇന്ന ദുആ ഹുവൽ ഇബാദ. മറ്റൊരു ഹദീസിൽ അദ്ദുആഉ മുഖുൽ ഇബാദ എന്ന് പ്രവാചകൻ അരുളി ചെയ്തതായി കാണാം. സഹോദരന്മാരെ, ഇവിടെ ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ് മിനദ്ദുആ. ദുആഇനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെടുന്ന മറ്റൊരു കാര്യമില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, എന്താണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന? നമ്മളിങ്ങനെ കൈ ഉയർത്തി, ഇങ്ങനെ മേപ്പോട്ട് ഉയർത്തി ഇങ്ങനെ പറയുന്ന അത് മാത്രമാണോ പ്രാർത്ഥന? അല്ല സഹോദരന്മാരെ, അല്ല. അതൊരു വികാരമാണ്. റബ്ബ് തമ്പുരാൻ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മനസ്സിൽ, അവന്റെ ആ ഹൃദയത്തിൽ പിന്നെ കൂട്ടിയുറപ്പിച്ചിട്ടുള്ള, ആ തെർക്കീബ് ചെയ്തിട്ടുള്ള ഒരു വികാരമാണ് അത്.
ഞാൻ ഒരു ഉദാഹരണം പറയാം. മഹാനായ ഉമറുൽ മലൈബാരി റഹ്മഹുള്ള അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. നാം വയനാട് ചുരത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു ബസ്സിൽ, ഒരു വാഹനത്തിൽ. അതിൽ മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, ദൈവവിശ്വാസിയല്ലാത്ത അള്ളയില്ല എന്ന് പറയുന്ന യുക്തിവാദിയുണ്ട്, പല ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ആ ബസ് ആ തായ്വരയിലേക്ക് മറയുകയാണ്. അവിടെ ആ ബസ്സിലുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് ഒരു വിളിനാദം വരും, ഒരു വികാരം വരും: രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ വിശ്വാസിയായ മനുഷ്യൻ രക്ഷിക്കണേ എന്ന് പറയുന്നത് അള്ളാഹുവോടാണ്. എന്നാൽ അമുസ്ലിമായ ആള് പറയുന്നത് അവന്റെ ദൈവങ്ങളോടാണ്. എന്നാൽ യുക്തിവാദി പറയുന്നില്ലേ സഹോദരൻ? ഉണ്ട്, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ സമയത്ത് അവന്റെ മനസ്സിൽ നിന്നൊരു വികാരം വരും: രക്ഷിക്കണേ, അല്ലേ? അപ്പൊ അള്ളയില്ല എന്ന് പറയുന്നത് വെറും വാക്ക് മാത്രമാണ് സഹോദരന്മാരെ. ആ സമയത്ത് അവന്റെ ഈ വികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിൽ കൂട്ടിയുറപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച ആയത്ത് കാണാം, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നോട് പ്രാർത്ഥിക്കാൻ, എന്നെ ഇബാദത്ത് ചെയ്യാൻ ആരാണോ അഹങ്കാരം നടിക്കുന്നവർ, അവരെ നാം നരകത്തിൽ നിന്യരായിക്കൊണ്ട് അവരെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കേൾപ്പിക്കും. അവിടെ ആ പ്രാർത്ഥന എന്നുള്ളതിന് ഇബാദത്ത് എന്ന പദപ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്ന സഹോദരന്മാരെ. അതുകൊണ്ട് ദുആ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഓപ്ഷൻ അല്ല. അത് വേണമെങ്കിൽ ചെയ്യാൻ, വേണമെങ്കിൽ അല്ല. ഓരോ മനുഷ്യന്റെയും മനസ്സിന്റെ അന്തരാളത്തിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അള്ളാഹുവിനോട് നേരിട്ടുള്ള ഒരു ബന്ധമാണ്, ആ സിലത്തുള്ളയാണ് യഥാർത്ഥത്തിൽ, അല്ലേ? ദുആ ആത്മാവിന്റെ പ്രതിരോധം കൂടിയാണ് സഹോദരന്മാരെ. ആലോചിച്ച് നോക്കൂ. ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് അത് വിശദീകരിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ഇവിടെയൊക്കെ വൈഫൈ ഉണ്ട്. ഇവിടുത്തെ വൈഫൈ, അല്ലേ? ആ വൈഫൈ ഉണ്ടാകുമ്പോഴാണ് ഇവിടുത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ആ വൈഫൈ ആണ്ട് പോയാൽ എന്താ? അതൊക്കെ പ്രവർത്തനരഹിതമാവും. ഇതേപോലെ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന, ആക്റ്റീവാക്കുന്നത് അവന്റെ പ്രാർത്ഥനയാണ്, അവന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയാൽ പോയാൽ അവൻ വരണ്ട ഭൂമിയെപ്പോലെ ചത്തതിന് തുല്യമാകും എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ പ്രാർത്ഥനയാണ്. നോക്കൂ നിങ്ങൾ, ഈ വെളിച്ചം നമുക്ക് ലഭിക്കുന്നത് ഇവിടെ കറണ്ട് ഉണ്ടായത് കൊണ്ടാണ്. ഈ കറണ്ടിന്റെ പ്രവാഹം നഷ്ടപ്പെട്ടാൽ ഇവിടെയൊക്കെ ഇരുട്ടാവും. ഇതേപോലെ പ്രാർത്ഥന ഒരു മനുഷ്യന് വെളിച്ചം നൽകുന്നതാണ്. ആ വെളിച്ചമാണ് ഈ കറണ്ടിനെ പോലെ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. വൈഫൈ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ സഹോദരന്മാരെ? കറണ്ടിന്റെ പ്രവാഹത്തെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? പക്ഷെ അതില്ലേ. ഇതേപോലെ മനുഷ്യന്റെ മനസ്സിന്റെ ആ അന്തരാളത്തിൽ നിന്ന് വരുന്ന ഒരു വിളിനാദമാണ്, ആ ഒരു പ്രകാശമാണ് ഈ വൈഫൈ പോലെ അത് പ്രവർത്തിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു രംഗമാണ് പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാം. എന്താ? മഹാനായ ഇബ്രാഹിം നബി ശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് മറച്ചു നോക്കിയാൽ പ്രാർത്ഥനകളുടെ ശൃംഖലകളാണ്, അല്ലേ? മഹാനായ ഇബ്രാഹിം നബി അദ്ദേഹത്തെ തീയിലിട്ടപ്പോ അദ്ദേഹം ഉപയോഗിച്ച ആയുധം എന്താണ്? ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ. നോക്കൂ നിങ്ങൾ, ആ പ്രാർത്ഥന മൂലം തീ പോലും ശീതളമായി പോയി, ഭൗതിക നിയമങ്ങളൊക്കെ മാറിപ്പോയി. അതുകൊണ്ട് ആ ഇബ്രാഹിം നബിയുടെ സംഭവത്തിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങളെപ്പോലും മറികടക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് പ്രാർത്ഥന, അല്ലേ? പ്രകൃതി നിയമങ്ങളെപ്പോലും മറികടക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. മഹാനായ മൂസാ നബിയുടെ സംഭവം വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. മുമ്പിൽ കടല്, പിമ്പിൽ ഫിർഔനും സൈന്യവും, അല്ലേ? മനുഷ്യബുദ്ധി പറയുന്നു ലാ, രക്ഷയില്ല, കുടുങ്ങിയതന്നെ അവസാനാണ്. പക്ഷേ ദുആ പറയുന്നു ഇത് തുടക്കമാണ്, അവസാനമല്ല. കടൽ രണ്ടായി പിളർന്നു. ആലോചിച്ച് നോക്കൂ. ഇത് ഈ സംഭവം നമ്മെ പഠിപ്പിക്കണം എന്താ? ഏത് കാര്യം, അസാധ്യമായ കാര്യത്തെ സാധ്യമാക്കുന്ന ദൈവിക ശക്തിയാണ്, ആ അള്ളാഹുവിന്റെ ഇടപെടലാണ് പ്രാർത്ഥന എന്ന് പറയുന്ന സഹോദരന്മാരെ. അപ്പൊ വളരെയധികം ചിന്തിക്കണം. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങി, ഒരു രക്ഷയുമില്ല, അതിന്റെ അവസാനമാണെന്ന് ചിന്തിക്കുമ്പോ ആ പിന്നെ പ്രാർത്ഥന എന്താണ്?
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന, ആ ദിക്ർ അതങ്ങ് ചെല്ലുക. ആലോചിച്ച് നോക്കൂ, ആ ദുആ മൂലം എന്തുണ്ടായി? ആയത്തിലുള്ള ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയണ ആ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷ നൽകുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം നടത്തിയിട്ടും ആളുകളൊന്നും ചെവി കൊടുക്കാൻ തയ്യാറായില്ല, സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ അദ്ദേഹത്തിന് ദുനിയാവ്, ഭൂമി ഇടുങ്ങിയതായി വളരെ പ്രയാസപ്പെട്ടു. അങ്ങനെ കത്തിക്കരിഞ്ഞ മനസ്സിൽ നിന്നുള്ള ഒരൊറ്റ വാക്ക് എന്താണത്? പടച്ചവനെ ഫദഅ റബ്ബഹു. മൂസാ നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, അന്നീ മഗ്ലൂബുൻ, ഞാൻ തോറ്റു പടച്ചവനെ, ഞാൻ പരാജിതനാണ്, ഫൻതസിർ, എന്നെ സഹായിക്കണേ പടച്ചവനെ. അല്ലേ? ആ ഒരൊറ്റ വാക്ക് നോക്കൂ നിങ്ങൾ. ഈ പ്രാർത്ഥന ഒരു കൊടുങ്കാറ്റ് മൂലെ ആകാശലോകത്തേക്ക് ഉയർന്നു. ആകാശത്തിന്റെ ഗേറ്റുകൾ തുറക്കപ്പെട്ടു. ഈ പ്രാർത്ഥന, ഈ ഒരൊറ്റ വാക്ക് ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി. ഉറവുകൾ അതാ തുരുതുര പൊങ്ങി വന്നു അവരെ നശിപ്പിക്കാൻ. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വാക്ക്. നമ്മൾ നീണ്ട പ്രാർത്ഥനയൊന്നും വേണ്ട. ഇവിടെ എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? നീണ്ട പ്രാർത്ഥനയല്ല, മറിച്ച് ആ പ്രാർത്ഥന ആരാ പ്രാർത്ഥിച്ചത്? ആ മനസ്സിന്റെ ശക്തിയാണ്, ആ മനസ്സിന്റെ തൗഹീദാണ്, ആ മനസ്സിന്റെ ആത്മാർത്ഥതയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഇതാണ് സഹോദരൻ. നമ്മൾ അല്ലാ 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 എന്ന് പറഞ്ഞ ദീർഘമായി പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. എന്തേ കാരണം? നമുക്ക് തൗഹീദ് കുറവാണ്. തൗഹീദില്ല, ആത്മാർത്ഥതയില്ല, ഇഖ്ലാസില്ല, ഇത്തിബാഉ സുന്നയില്ല. അതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ. മാത്രമല്ല നമ്മൾ ധൃതി കൂട്ടും. അല്ലേ? ഇതൊക്കെ പ്രാർത്ഥനയ്ക്കെതിരാണ് സഹോദരന്മാര്. അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു ഹൃദയത്തോടു കൂടി നിങ്ങൾ കുറേ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിക്കണ്ട. ഞാനൊരു പള്ളിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു സംഗതി ഇങ്ങനെ ഓർക്കുകയാണ്. അയാൾ അറബിയല്ലാത്ത ഒരാളാണ് അയാളുടെ തറാവീസ്കരിക്കുന്നത്. അപ്പോൾ തറാവീനേക്കാൾ നീണ്ട കുനൂത്തിൽ ഇങ്ങനെ ആ വാക്കുകൾ ഇങ്ങനെ മാലമണി പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചത് എന്താ ഈ പറയണേ? ഇല്ല, എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചെന്നായി ഞാൻ ഇങ്ങനെ പറയണം. എന്താ പറയണമെന്ന് എനിക്കറിയാം. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ സഹോദരന്മാരെ? ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ? ഇല്ല. ഞാൻ പറയുന്നത് എന്താണ് എന്നും അത് ആത്മാർത്ഥമായി അള്ളാഹുവിനോടാണ് ഞാൻ പറയുന്നത് എന്നുള്ള അത് വേണം എന്നുള്ളതാ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം വളരെ ശാന്തമായ, അതേപോലെ വേദന ഒരാളോടും പറയാതെ ഉള്ളിലൊതുക്കുന്ന വേദനയുടെ പ്രാർത്ഥനയാണ് അയ്യൂബ്. നിശബ്ദമായ വേദനയുടെ പ്രാർത്ഥനയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. അതും ദീർഘകാലം അദ്ദേഹം രോഗിയാണ്. അദ്ദേഹത്തിന്റെ മക്കളും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു, കുടുംബക്കാരൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ ഒരിക്കൽ പോലും അള്ളാഹുവിനെതിരെ പരാതി പറയാൻ, എന്താ പഠിച്ചോനെ എനിക്ക് തരാത്തെന്ന് അയ്യൂബ് നബി പറഞ്ഞില്ല. മറിച്ച് വളരെ അതപോടുകൂടി, മര്യാദയോടുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു, അന്നീ മസ്സനിയദ്ദുർ, പഠിച്ചോനെ എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിട്ടുണ്ട്, വഅൻത അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ, റഹ്മത്ത് കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ റഹ്മത്ത് കാണിക്കുന്ന നീയാണ് റബ്ബേ. എൻ്റെ അവസ്ഥ എനിക്കറിയാലോ. പക്ഷെ ആ പ്രാർത്ഥന മൂലം അദ്ദേഹത്തിന്റെ രോഗം ശിഫയായി. നേരത്തെ നഷ്ടപ്പെട്ട ആ കുടുംബത്തെക്കാൾ ഇരട്ടിയായി അള്ളാഹു അദ്ദേഹത്തിന് കുടുംബത്തെ നൽകി, അദ്ദേഹത്തിന് സമ്പത്ത് അള്ളാഹു നൽകി. ഇതാണ് പ്രാർത്ഥന എന്ന ആയുധം സഹോദരന്മാർ. ഇത് നമ്മെ പഠിപ്പിക്കുന്ന, എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യുദ്ധം രക്ഷയില്ലട്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷേ ആ പ്രാർത്ഥനയുടെ ശക്തി മൂലം അതൊക്കെ ഇല്ലാതാക്കാൻ റബ്ബിന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ആലോചിച്ച് നോക്കുങ്ങളെ. ആ ത്വായിഫിലെ സംഭവം അല്ലേ, മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ടതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ത്വായിഫിലേക്ക് പോയപ്പോ അവിടെ നിന്ന് കിട്ടിയത് ഉപദ്രവവും പീഡനവും കല്ലേറുമാണ്. അങ്ങനെ ഒരു മരത്തണലിൽ ചോരങ്ങനെ ഒലിക്കുന്ന ശരീരത്തിലെ ആ ചോര തുടച്ചുകൊണ്ട് മരത്തണലിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, രണ്ട് കൈയും ഉയർത്തി. പരാതിയില്ല നബിക്ക്. എന്താ പറയുക? അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക ളഅഫ ഖുവ്വതി, അല്ലാഹുവേ എൻ്റെ ഈ ദുർബലത ഞാൻ നിന്നോട് പരാതിപ്പെടുന്നു. ആ വാക്ക് നോക്കി നിങ്ങൾ, ആകാശ ലോകത്തേക്ക് അത് കയറിപ്പോവുകയാണ്. ഉടനെ അതാ ജിബ്രീൽ മലക്കുൽ ജിബാലുമായി കടന്നു വരും. എന്തേ മലക്കുൽ ജിബാലിനെ അള്ളാഹു തലാക്കാൻ കാരണം? പ്രാർത്ഥനയുടെ ശക്തിയാണ് സഹോദരൻ. ബദർ യുദ്ധ രണാങ്കളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ ഉണ്ടായതെന്താ? ആ ബദറിൽ മുന്നോട്ട് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുന്നത് 1000 പേരടങ്ങുന്ന സൈന്യമാണ്. അല്ലേ?
പിന്നെ മുസ്ലിങ്ങൾ ആയുധങ്ങളില്ല, തുലോം 313 ആളുകൾ അവിടെ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദീർഘമായി കൈ ഉയർത്തിക്കൊണ്ട് സുദീർഘമായ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ലം തുഅബദ് ബഅദു ഫിൽ അർദി വഫി റിവായ അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ലാ തഅബദു ബഅദു ഫിൽ അർദി. പടച്ചവനെ, ഈ കാണുന്ന കൊച്ചു തലപ്പാവുകളെ നീ നശിപ്പിച്ചാൽ ഭൂമിയിൽ നിന്ന് ആരാധിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് സഹായിക്കണേ, നീ വാഗ്ദാനം ചെയ്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ ബദർ യുദ്ധത്തിൽ വിജയം ലഭിച്ചു. സഹോദരി, ഇതാണ് ഖുർആൻ മുഅ്മിൻ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ആയുധം നമ്മൾ ഉപയോഗിക്കണം. സഹോദരി, ഉപയോഗിക്കുന്നവൻ ഇഖ്ലാസ് ഉള്ളവനായിരിക്കണം. അപ്പോഴേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കൂ എന്നതാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊക്കെ അറിയാതെ വന്നിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാഫാക്കി ജന്നത്തുൽ ഫിർദൗസിൽ അവനെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹുവിൻ്റെ കാരുണ്യം മൂലം യൻസിലു റബ്ബുനാ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. ഓരോ ദിവസവും രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ രാത്രിയെ 3 ഭാഗമാക്കിയ അവസാന ഭാഗത്ത് ഇറങ്ങി വന്നിട്ട് അല്ലാഹു ചോദിക്കും, മൻ യദ്ഉനി ഫഅസ്തജീബു ലഹു. ആരാ എന്നോട് ദുആ ചെയ്യാനുള്ളത്? ഓന് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും. വമൻ യസ്അലുനി ഫഅതി. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ആ ചോദിച്ചത് നാം നൽകുക തന്നെ ചെയ്യും. വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറു ലഹു. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്? അവന് ഞാൻ മഗ്ഫിറത്ത് നൽകുക തന്നെ ചെയ്യും. സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള സുവർണാവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ കടന്നുകൊണ്ട് ഈ ഒരു ആയുധം ആ സമയത്ത് നാം ഉപയോഗിക്കണം. അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ഗുരുനാഥന്മാർ, സംഘടനാ പ്രവർത്തകർ, ഭാരവാഹികൾ, സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ തായി ഷഫീഖ് മോങ്ങത്തിൻ്റെ ഭാര്യയുടെ വല്യമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ആ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കണം. നിങ്ങളെല്ലാവരും ആ മഹദിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجرنا من النار وادخلنا الجنة يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب